പറയുന്നത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഹിന്ദുത്വ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഫാസിസത്തെ പ്രതിരോധിക്കുന്നിടത്ത് രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഫാസിസത്തിന്റെ കാര്യത്തില് ഒന്നിച്ചു നിന്ന് യോജിച്ചു നിന്ന് ഫാസിസത്തിനെ തകർക്കാൻ എവിടെയുള്ള ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനങ്ങള് അവരുടെ നെട്ടല് കൊണ്ടുപോയിട്ട് RSSന്റെയും BJPയുടെയും ഓഫീസിൽ പണം വെച്ചതിന്റെ പേരില് അവർക്ക് പ്രമായും അരക്ഷരം RSSനെതിരെ ഉരിയാടാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചരിത്രപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഫാസിസ്റ്റുകളെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ തന്നെ തകർത്ത് തരിപ്പിടമാക്കുന്നതിന് വേണ്ടി ശപഥം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് SDPI എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ഈ നക്ഷത്രാങ്കിത രക്താരിത പതാക RSSകാരന്റെ ഗ്രാമത്തിലും നിർഭയത്വത്തോടെ പാറിക്കളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് 17 വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ നൽകിയ വിദ്യാഭ്യാസം അതാണ്. ഈ 21 സംസ്ഥാനങ്ങളില് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഗുജറാത്തില് നിർഭയത്വത്തിന്റെ ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാക പാറിപ്പറക്കുന്നത് നിങ്ങൾക്ക് കാണാമെങ്കിൽ അവിടെയെല്ലാം ഫാസിസത്തിന്റെ തിട്ടൂരത്തിന് മുമ്പില് വിളിച്ചുകൊണ്ട് ആ തെരുവോരങ്ങളില് ഗ്രാമങ്ങളില് നഗരപട്ടണ പ്രദേശങ്ങളില് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്കൊരു ചരിത്ര ദൗത്യമുണ്ട്. ഫാസിസ്റ്റുകളെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ മുസൽമാനും ദളിതനും സിഖുകാരനും പാർസിക്കും മതമില്ലാത്തവനും മതമുള്ളവനുമൊക്കെ ഏകാദര സഹോദരങ്ങളായി കഴിഞ്ഞിരുന്ന ആ സുന്ദര നാടിനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയെ ഒരു സുന്ദര ജനാധിപത്യ രാജ്യമാക്കി നിലനിർത്തുക എന്ന കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരില് ഞങ്ങളുടെ കുറെ ആളുകൾ ജയിലിലാണ്. അതിന്റെ പേരില് ഞങ്ങൾ ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ വേട്ടയാടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ കൈക്കുഞ്ഞുകളുമായിട്ട് ഞങ്ങളുടെ സഹോദരിമാരടക്കം ഈ റാലിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, RSSകാരൻ പറയുന്നത് കേട്ടിട്ട്, BJPക്കാരൻ പറയുന്നത് കേട്ടിട്ട്, ലീഗുകാരൻ പറയുന്നത് കേട്ടിട്ട്, CPM-കാരൻ പറയുന്നത് കേട്ടിട്ട്, കോൺഗ്രസുകാരൻ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ SDPI മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ SDPIയിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഞങ്ങളെ ശ്രമിക്കുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കാനും തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പരിപാടി നടക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടിയിലെ അധ്യക്ഷൻ മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ സാഹിബിനെ ഈ വേദിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്മാൻ സാഹിബിന് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി മാനന്തവാടിക്ക് വേണ്ടി